ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നു. ശബരിമല തന്ത്രി കണ്ഠരര് മഹേശ്വര മോഹനും പിതാവ് കണ്ഠരര് മോഹനും ചേർന്ന് നിലവിളക്ക് തെളിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ശബരിമല സംരക്ഷണ സംഗമം എന്ന് പറയുമ്പോൾ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായൊരു സംഗമമാണ്. ഏത് തരത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞപ്പോൾ ആളുണ്ടായില്ല എന്ന ദൃശ്യമൊക്കെ പുറത്തു വന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാണ് അയ്യപ്പ ഭക്തരുടെ പങ്കാളിത്തം? ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പന്തളം കേന്ദ്രമാക്കിക്കൊണ്ട് ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശബരിമല സംരക്ഷണ സംഗമം പ്രഖ്യാപിക്കപ്പെട്ടത്. ശബരിമല കർമ്മസമിതിയാണ് നേതൃത്വം നൽകുന്നത്. ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ വിവിധ സംഘടനകളും ഇതിനോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളും ഒപ്പം ചേർന്നതോടുകൂടി ഒരു വലിയ വിജയമായി പന്തളത്തെ വിശ്വാസി സംഗമം മാറുകയാണ് ഉണ്ടായത്. 5000 പേർ ഉച്ചതിരിഞ്ഞ് സംഘടിപ്പിക്കപ്പെടുന്ന മഹാസമ്മേളനത്തിന്റെ ഭാഗമാകും എന്നായിരുന്നു കർമ്മസമിതി അവകാശപ്പെട്ടത്. പക്ഷേ അതിന്റെ ഇരട്ടിയിലധികം ആളുകൾ പന്തളം ശ്രീവത്സം മൈതാനത്ത് ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൈതാനം കവിഞ്ഞ ആളുകളുടെ എണ്ണം പുറത്തേക്ക് കൂടി വ്യാപിച്ചതോടെ MC റോഡിൽ പന്തളം ഈ ഭാഗത്ത് ഗതാഗതം തടസ്സമാവുകയും പിന്നീട് പോലീസ് വാഹന ഗതാഗതം വഴിതിരിച്ചു വിടുകയുമാണ് ചെയ്തിട്ടുള്ളത്. BJP നേതാവായിട്ടുള്ള K അണ്ണാമലൈ മഹാസംഗമം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇദ്ദേഹം ഇപ്പോൾ ഭക്തജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമവും അതോടൊപ്പം തന്നെ അതിന് സംഘാടകരായി മാറിയ ഇടത് സർക്കാരിനെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു വരുന്നത്. അഭിലാൽ, ഒരു കാര്യം, ഈ സംഘാടനം എങ്ങനെയാണ്? ഇപ്പോൾ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നടക്കുമ്പോൾ പന്തളം എന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഈ സംഗമത്തിന്റെ പിന്നണിയിൽ ആരെല്ലാമാണ്? ഇതിന് രാഷ്ട്രീയ സ്വഭാവമുണ്ടോ? ഏതൊക്കെ സംഘടനകളാണ് ഇതിനൊപ്പമുള്ളത്? പന്തളം കൊട്ടാരത്തിന്റെ പരിപൂർണമായ പിന്തുണ എങ്ങനെയാണ്? ഈ സംഗമത്തിന്റെ ഒരുക്കം ഏത് തരത്തിലായിരുന്നു? ആരെല്ലാമായിരുന്നു? ശബരിമല കർമ്മസമിതിയാണ് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം പ്രഖ്യാപിച്ചത്. ഇതിന് വിശ്വാസികളുടെയും ഒപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ഒപ്പം തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ കൂടി വന്നതോടുകൂടിയാണ് വലിയ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 2018 പന്തളം കണ്ടതുപോലെ ഒരു മഹാസമ്മേളനത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു ജനക്കൂട്ടമാണ് ഇന്ന് പന്തളം സാക്ഷ്യം വഹിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ പ്രകടമായി മുന്നിലേക്ക് വന്നില്ല എങ്കിൽ പോലും ഇതിന്റെ ആദ്യാവസാനമുള്ള സംഘടനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാറിന്റെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികൾ ആരും തന്നെ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന്റെ ഭാഗം ആയിരുന്നില്ല. അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നവർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ സംഘാടകരിൽ, അതായത് സ്വാഗത സംഘത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചത് പന്തളം കൊട്ടാര കുടുംബാംഗമായിട്ടുള്ള PN നാരായണവർമ്മയാണ്. ചുരുക്കത്തിൽ ഈ കർമ്മസമിതിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ പോലും സംഘപരിവാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ, വത്സൻ തില്ലങ്കേരി അടക്കമുള്ള ആളുകളും ഒപ്പം തന്നെ കുമ്മനം രാജശേഖരനെ പോലെയുള്ള BJP നേതാക്കളും ഒക്കെ തന്നെ ഇതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചു. കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലയളവായി അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടതിന്റെ കൂടി ഫലമാണ് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആളുകളുടെ എണ്ണം തന്നെ സൂചിപ്പിക്കുന്നത്. ശരി, CK അഭിലാലാണ് പന്തളത്ത് നിന്ന് വിവരങ്ങൾ തത്സമയം നൽകുന്നത്.